ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ആപ്പിൾ ലഡു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനിവിടെ 2 മീഡിയം സൈസ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി ഗ്രേറ്റ് ചെയ്തെടുക്കണം. 2 ആപ്പിളും തൊലിയോടുകൂടി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളിയോ അല്ലെങ്കിൽ നല്ല കനമുള്ള ഒരു പാത്രമോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇടാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. ഇതിനി ഇളക്കി അലിയിച്ചെടുക്കാം. ഇപ്പോ പഞ്ചസാര അലിഞ്ഞ് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പൊടി ചേർക്കാം. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന തേങ്ങാപ്പൊടിയാണ്. ഫ്രഷ് തേങ്ങ ചെറുകിയത് വേണമെങ്കിലും എടുക്കാം. ഇതിനി ഇളക്കി വരട്ടാം. ഇത് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി വരട്ടിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ആപ്പിൾ ചേർക്കാം. ഇത് വീണ്ടും എല്ലാം ഇളക്കി മിക്സ് ചെയ്ത് വരട്ടിയെടുക്കാം. തീ കുറച്ച് വെച്ച് ചെയ്യണം. ഇതിപ്പം ഇതിന്റെ വെള്ളം ഡ്രൈ ആയി ഏകദേശം കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇത് വീണ്ടും ഇളക്കി മിക്സ് ചെയ്ത് വരട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള കട്ടിയായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ തീ കുറച്ച് ഇളക്കി വരട്ടാൻ തുടങ്ങിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർക്കാം. ഞാനിതിപ്പം നെയ്യിൽ വറുക്കാണ്ട് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ വറുത്ത് ചേർക്കാം. ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ബദാമോ പിസ്തയോ ഒക്കെ വേണമെങ്കിൽ മുറിച്ച് ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനി ചൂട് കുറയുമ്പം ഉരുട്ടി ലഡുവാക്കി എടുക്കാം. ഇപ്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ചൂട് കുറയാൻ നിൽക്കണ്ട, ഇളം ചൂടോടെ ഉരുട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഉരുളിയാക്കി എടുക്കാം. ഒരെണ്ണം ഉരുളിയാക്കി ലഡുവാക്കി എടുത്തിട്ടുണ്ട്. മാറ്റി വെക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്യാം. എത്ര സൈസ് വേണ്ടെന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാം ഉരുളയാക്കി ലഡുവാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് വേറൊരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് അധികാരം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. നല്ല കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.